ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഇൻ ചെന്നൈ. ചെന്നൈ മുമ്പ് ഇങ്ങനെ കേൾക്കുന്നതല്ലാണ്ട് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതാണ്. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ചെന്നൈ. ചെന്നൈ ആണ് ഒരു ബിഗ് സിറ്റിയാണ്. എന്താ പറയുക, ആസ് യൂഷ്വൽ ട്രാഫിക്സ്, ചൂട്. ഒരു മറീന ബീച്ച് ഒരു ബിഗ് ഏരിയ കേട്ടോ, വലിയൊരു ഏരിയ. there are a lot of people were there. അവിടുന്ന് ഞാനൊരു ഓട്ടോ എടുത്തിട്ട് നേരെ വന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടുന്ന് നേരെ എന്താ പറയുക, ഗണ്ടിക്കോട്ട എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു, കടപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമായിരുന്നു. അവിടെ പക്ഷേ ട്രെയിൻ നോക്കിയപ്പോൾ എല്ലാം ഫുള്ള്, പിറ്റേ ദിവസത്തേക്കും ഫുള്ള്. പിന്നെ ഞാൻ അവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ, അതായത് ഇറ്റ്സ് ഇൻ ആന്ധ്രാപ്രദേശ്, അറൗണ്ട് 30 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇന്നും നാളേക്കുള്ളത്. സോ ഐ ക്യാൻസൽഡ് ഗണ്ടിക്കോട്ട. അങ്ങനെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ തേരാപ്പാറയൊക്കെ നടന്ന് അവിടുത്തെ നൈറ്റൊക്കെ സുഖമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്റ്റേ ഒക്കെ നോക്കി. ബട്ട് ഒരു നല്ലൊരു പൊസിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്ത് വാസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഞാൻ എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ഒരു റൂം എടുത്തു. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം എടുത്തിട്ട് എന്നിട്ട് ഞാൻ വൈസാഗിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. സോ ഇൻ ബിറ്റ്വീൻ ഒരു കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. വിജയവാഡയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ ഒരു ബസ്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഇറങ്ങും. ഇന്ന് നൈറ്റ് എനിക്ക് 10:45 ബസ് ഉണ്ട് വിജയവാഡയിലേക്ക്, ഫ്ലിക്സ് ബസ്. around 9 hours travel, only some 468 rupees, below 500 rupees. Flix bus is a private bus. ബാർ ഒരാൾ എന്ത് ചെയ്തു, ഒരു സ്റ്റേ എനിക്ക് ഓഫർ ചെയ്തു. ഹീസ് എന്താ പറയുക, ഞാൻ എൻ്റെ സോളോ ട്രാവൽ കണ്ട് പുള്ളി ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് സ്റ്റേ ഓഫർ ചെയ്തു.
എന്താല്ലേ. The person met in the bar, he asked me, what's your religion? I said Homo sapiens. He asked, what does that means? I said human. Oh. I didn't mean like, not like that. Like that, he said. Like he started. I know we shouldn't ask like that, but some people like blah blah blah. He said. I just want the people in our generation, if any people ask you this question, what is your religion, I want you to say the answer Homo sapiens sapiens. I think that will make a difference. Tomorrow we are heading to Bora Caves in Arakku Valley. We are gonna stay and camp in Arakku Valley. We have a train at 7 a.m. at Vizag Central Railway Station. Okay. So good night. Sorry, I forgot your name. You speak in English. Ravi. Yeah, we are going to Ravi's home. They provided me tonight stay. സോ അങ്ങനെ നമ്മളവിടുന്ന് രാവിലെ ഫ്രണ്ട്സിൻ്റെ മറ്റേ ഇന്നലെ കണ്ടുവിട്ട് അവരുടെ റൂമിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ബൊറാബു ഹള്ളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കയറിയിട്ടുള്ളത്. പോകുന്ന വഴിക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്. ട്രെയിനിലൊന്നും ആരുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഫുൾ എംപ്റ്റിയാണ്. ബാഗിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഗ്രിപ്പ് ചെയ്യുന്ന സാധനം പൊട്ടിപ്പോയി. ബാഗ് വലിയ മെനയില്ല കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ബാഗ്, ക്വാളിറ്റി. സ്റ്റോപ്പാട്ടോ ബൊറ കേവ്സ്. ഇതാ ചിമിടിപ്പള്ളി. നല്ല തണുത്ത കാറ്റൊക്കെ. ഇതാ സീ ലെവലിൽ നിന്ന് 585 മീറ്റർ മുകളിലുള്ളത്. നമ്മൾ ബൊറ കേവ്സിൽ ഇറങ്ങിയിട്ട് നമ്മളവിടെ നേരെ അറക്ക് വാലിയിലേക്ക് പോകട്ടോ. എന്നിട്ട് ഇന്ന് വൈകിട്ട് അറക്ക് വാലിയിൽ സ്റ്റേ. ഓക്കെ. തണുപ്പ് വന്ന് തുടങ്ങിട്ടോ. വെയിലുണ്ടെങ്കിലും ഇത് ചില്ലാക്കും നമ്മളെ പൊള്ളിക്കും. വിസിറ്റ് ആട്ടോ. നിങ്ങൾ ബൊറാബു ഹള്ളു അല്ലെങ്കിൽ വിശാഖപട്ടണത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇറ്റ്സ് മെസ്മറൈസിങ്. ലൈക്ക് കണ്ണ് തള്ളിപ്പോവാന്ന് പറയില്ലേ, അതുപോലെ ഉണ്ട് സാധനം. ലൈറ്റ് കൊടുത്ത് അത് സെറ്റപ്പ് ആക്കിയിട്ടോ. വർഷങ്ങളെടുത്ത് ഫോർമേഷൻ ആയ സാധനമായിരിക്കും. ആന്ധ്രാപ്രദേശിലെ ഭാഗ്യവന്മാരാണ് അവർക്ക് ഈ സാധനം കിട്ടിയാൽ.
Let's go this way. See, a good view. അവൻ ബിരിയാണി തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. നോക്കാലോ എങ്ങനെയുണ്ട്. चिकन कुछ नहीं है क्या? आएगा चल ये कंटेनमेंट जो तकवा होने देखने से మీకు ఆ బిర్యానీ ఇచ్చిన ఫుల్ బిర్యానీ फुल తీసుకో ఫుల్ అయితే ఇద్దరు సరిపోద్ది. उसका अंदर दिखाओ ना एक बार. अच्छा ठीक है ठीक है ठीक है. ఓకే सूप मिक्स करो. सूप मिक्स करना है. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ചെറിയ പീസ് നല്ല ചൂടുണ്ട് കേട്ടോ. బాబ్జీ హ్యాండ్ వాష్ కి కూడా వాటర్ ఉంది. వాటర్ బాటిల్ కూడా వాటర్ బాటిల్ అంటే సాఫ్ట్ గా ఇస్తారు. నార్మల్ వాటర్ 25 రూపాయలు తీసుకుంటారు సార్. అలాగే కూలింగ్ నార్మల్ సార్. కూలింగ్ కడుక్కోండి సార్. ఇది ఫుల్ బిర్యానీ కదా మీకు 600 అది వాటర్ బ్యాంబూ సూప్ సార్. ఈ బ్యాంబూ సూప్ റെസ്റ്റോറൻറ്റ് ആണ് ഗൈസ്. വണ്ടി വൈബ്രേറ്റ് ചെയ്താണ്. പോണ്ടിൻ്റെ സൈഡിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടം വാങ്ങിച്ചിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ പരിപാടി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇങ്ങോട്ടേക്ക് 5-6 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നടക്കുന്നു. ഒരു ഓട്ടോ ചോദിച്ചപ്പോൾ അവർ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 150 എത്തിച്ച് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കുറച്ച് പ്രശ്നം കേട്ടോ. അതുകൊണ്ടാകുമ്പോൾ ഒരു ബൈക്ക് വേണ്ടി പറഞ്ഞത്. നോക്കാം എന്തൊക്കെയാവുമല്ലോ. അതേ സാധനങ്ങളൊക്കെ ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ അവിടെ നിന്ന് വരഞ്ഞു തന്നു. 1 കിലോ 750 ഗ്രാം 200 രൂപ ചിലവാണ്. ഇനിയിപ്പം അതിനകത്ത് പൈസ ഒന്ന് കാലാവെന്നെങ്കിൽ പോകുന്നുണ്ട്. അറിയില്ല, നോക്കാം. പാടിപ്പയ്യുകളെയും കാണാൻ തീരത്ത് അനുരാഗപൂർവ്വം Nice to see the day the universe is made for me.
ക്യാമ്പ് അടിക്കാൻ വന്നപ്പോഴേ ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ വന്ന് നോക്കിക്കുന്നുണ്ട്. നോക്കി ഹായ് പറഞ്ഞേ. ഹായ്. ഹലോ. സോ ഇവിടുത്തെ നന്ദിഗുഡ എന്ന് പറഞ്ഞ ഇവിടുത്തെ വില്ലേജിലെ പിള്ളേർ കേട്ടോ, ഒരു ടെൻ്റ് അടിക്കുന്ന നോക്കാൻ വന്നതാണ്. എനിക്ക് നല്ല സ്ഥലമല്ലേ. ടെൻ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ കയറ്റി വെക്കാം. സോ നമുക്ക് ഈ ചിക്കൻ കഴുകണം. ഇതൊക്കെ പണിയുണ്ട്. ചിക്കൻ പുരട്ടി വെക്കാനുണ്ട്, ചിക്കൻ കഴുകാനുണ്ട്. ഇവിടുത്തെ പക്ഷെ വെള്ളം ഭയങ്കര കുറവാട്ടോ. വെള്ളം വൃത്തികേടും കൂടിയാണ്, വലിയ മെനയില്ല. ഓക്കെ, ഇവിടുത്തെ ഈ വെള്ളത്തിലൊന്നും വെള്ളം യൂസ് ചെയ്യാനോ വെള്ളത്തിനൊന്നും എടുക്കാനും പറ്റുന്നില്ല, കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളം വെരി ബാഡ്. അപ്പം നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിക്കൻ്റെ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ ആദ്യം കഴുകുക. ഓക്കെ, കഴുകാൻ എന്താണ് പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ലൈഫ് ഫുൾ ഇങ്ങനെ തന്നെ സെറ്റിലാക്കിയാലോ? വാട്ട് ഈസ് ഇറ്റ്? చేస్తున్నారు ఆన్లో సెటప్. చేస్తున్నారు ആണ്. നന്നായിട്ട് കഴുകണം. എത്ര വെള്ളത്തിൽ കഴുകണം? have that much water. ഇതിനെപ്പോലെ നോക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യന്മാരെപ്പോഴും നോക്കുന്ന ആൾക്കാരൊക്കെ, പക്ഷെ അവരിങ്ങനെ ഒന്നും കാണുന്നുണ്ടാവില്ല. ഈ ഗ്രാമത്തിൽ ചിലപ്പോൾ ആദ്യം ഞാനായിരിക്കും വന്നിട്ടുണ്ടാവുക ടെൻ്റ് അടിക്കാൻ. ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി പൂൾസ് ആൻഡ് പോൺസ് നിയർ മീ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എനിക്കിതാ കാണിച്ചത്. ഒന്നും ആലോചിച്ചില്ല, ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇത്ര വൃത്തിയാക്കിയാൽ പോരെ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് കളിയും. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആട്ടോ നേരത്തെ പിള്ളേരോട് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്തത്. നേരത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേ, പിള്ളേരോട് സംസാരിച്ചത്. ഓക്കെ, ഇതെല്ലാം നല്ല കോഴി തന്നെ ആമോ ചാവോടെ അറിഞ്ഞൂടാ. ഇവരൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്നെന്താ തേങ്ങ കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. പണി കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, വേറെ വിഷയമൊന്നുമില്ല. ചിക്കൻ കഴുകിട്ടോ. ഇനി എന്ത് ചെയ്യണ്ട വെച്ചാൽ മസാല ഇടാൻ പോവാണ്. ഓക്കെ,
വയറിളക്കം പിടിക്കാനായിരിക്കും. ഇതെന്താ സാധനം? చేస్తున్నారా వెత్తపాట. ഭൂമില എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. നിങ്ങൾ ഈ ഫ്രെയിം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.